ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 25-ാം അധ്യായത്തിൻ്റെ തുടക്കഭാഗത്താണുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റു അംബിയ മുർസലീങ്ങളും അവർക്ക് നൽകപ്പെട്ട പ്രത്യേകതകൾ, മഹത്വങ്ങൾ, മുഅ്ജിസാത്തുകൾ, അവയെക്കുറിച്ചുള്ള ഒരു തുലന പഠനമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുന്നിലുള്ള ക്ലാസ്സിലും ഇനി ഇക്ലാസ്സിലും നാം പറയാൻ പോകുന്നത്. വലി ഹാറൂനൽ ഫസാഹത്തു ഫലി നബിയ്യിന അബ്ലഗു ഖൗലിൻ വജവാമിഉൽ കലിമിസ്സിമാൻ. ഹാറൂൻ നബി അലൈഹിസ്സലാമിന് ഉള്ള പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വ അഖീ ഹാറൂനു അഫ്സഹു മിന്നി ഫഅർസിൽഹു റിദ്അൻ യുസദ്ദിഖുനി. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി, റസൂലായി ഫിർഔനിലേക്ക് പോവാൻ വേണ്ടി പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, എൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം അവർ എന്നേക്കാൾ കൂടുതൽ ഭാഷാപരമായി ഭാഷാ സാഹിത്യം പറയാൻ, അല്ലെങ്കിൽ പ്രസംഗ വൈഭവം എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ നൽകപ്പെട്ട ഉള്ള ആളാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം. അതിൻ്റെ അർത്ഥം മൂസാ നബി അലൈഹിസ്സലാമിനിക്കതില്ല എന്നല്ല, അഫ്സഹു മിന്നി എന്നാണ് പറഞ്ഞത്. അഖീ ഹാറൂനു അഫ്സഹു മിന്നി. വേറെ 2-3 സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഹാറൂൻ നബി അലൈഹിസ്സലാം എന്നേക്കാൾ കൂടുതൽ പ്രസംഗ വൈഭവമുള്ള ആളാണ്, ഭാഷാശുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് ഹാറൂൻ നബിയെ എൻ്റെ കൂടെ പറഞ്ഞയച്ച് തരണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഹാറൂൻ അലൈഹിസ്സലാമിനെയും അള്ളാഹു തആല ഒരു റസൂലാക്കി, മൂസാ നബിയുടെ കൂടെയുള്ള റസൂലാക്കി. അപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അവർക്ക് വലിയ സാഹിത്യം നൽകപ്പെട്ടു എന്നാണ്. വലി ഹാറൂൻ അൽ ഫസ്വാഹത്തു, ഹാറൂൻ നബിക്ക് സാഹിത്യം നൽകപ്പെട്ടു. നമ്മുടെ നബിയോ ഫലി നബിയ്യിന അബ്ലഗു ഖൗലിൻ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും സാരവത്തായ അർത്ഥഗർഭമായ വാക്കുകൾ പറയാനുള്ള സാഹിത്യം നൽകപ്പെട്ടു. നമ്മുടെ നബിക്ക് നൽകപ്പെട്ട അത്ര സാഹിത്യ വൈഭവം, അർത്ഥഗർഭമുള്ള സാരഗർഭമായ വാക്കുകൾ പറയാനുള്ള കഴിവ് അല്ലാഹു തആല മറ്റൊരു നബിക്കും നൽകിയിട്ടില്ല. വജവാമിഉൽ കലിമിസ്സിമാൻ, അമൂല്യമായ വാക്കുകൾ, അതോടൊപ്പം സമഗ്രവുമായ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് ആ വിഷയത്തിൽ സമഗ്രമാണ്, അമൂല്യമാണ്. അങ്ങനത്തെ വാക്കുകൾ പറയാൻ, പ്രസ്താവനകൾ പറയാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കഴിവ് നൽകി. അത് മുത്തുനബി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജവാമിഉൽ കലിം, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിന് നാനാർത്ഥങ്ങൾ ഉണ്ടാവും, അതിന് ധാരാളം അർത്ഥങ്ങൾ ഉണ്ടാവും, പല തലങ്ങളിലേക്കും സൂചന നൽകുന്ന, പല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കായിരിക്കും ഞാൻ പറയുന്ന വാക്ക്. അതൊരൊറ്റ അർത്ഥം വെച്ചാൽ പോരാ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. കാരണം മറ്റുള്ള അംബിയ മുർസലീങ്ങളൊക്കെ അവരുടെ കാലങ്ങളിൽ ജീവിച്ച ആളുകളുമായി സംവദിക്കുകയും അവരെ പ്രതിനിധീകരിച്ച് സമുദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയും ഉപദേശിക്കുകയും പ്രബോധനം ചെയ്യുകയുമാണ് ചെയ്തത്. നമ്മുടെ നബി അങ്ങനെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് തന്നെ മനുഷ്യവംശം ബുദ്ധിപരമായി ഏറ്റവും വികസിച്ച ഒരു ടൈമിലാണ്. ബുദ്ധിപരമായി മനുഷ്യവംശം സമ്പൂർണരായ സമയത്താണ് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നിയോഗിക്കപ്പെടുന്നത് തന്നെ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മനുഷ്യർ പല ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചു. എല്ലാറ്റിനെക്കുറിച്ചും മനുഷ്യർ പഠിക്കുന്ന സ്വഭാവമായി. ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ചു. ഇന്ന് ലോകാന്ത്യം വരെയും വരാനിരിക്കുന്ന ബുദ്ധിജീവികൾക്കും ഡോക്ടേഴ്സിനും ശാസ്ത്രജ്ഞർക്കും എല്ലാവരിലേക്കുമുള്ള പ്രവാചകരാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച ഒരു പ്രസ്താവനയെക്കുറിച്ച് പഠനം നടത്തിയാൽ അവർക്കാർക്കും ആ പഠനം വെറുതെയാവാൻ പാടില്ല.
അവർക്കെല്ലാവർക്കും കോരിയെടുക്കാൻ മാത്രം ജ്ഞാനങ്ങൾ ആ പ്രസ്താവനകളിൽ നിറഞ്ഞു നിൽക്കണം. അതിനാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉഅ്തീതു ജവാമി അൽ കലീം. അത് മുത്തുനബിയുടെ പ്രസ്താവനകൾ, ഹദീസുകൾ ആര് പഠനം നടത്തുന്നുവോ ആ പഠനം നടത്തുന്ന വ്യക്തിയുടെ ശാസ്ത്രമേഖലക്കനുസരിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത്ര വലിയ സാഹിത്യം നൽകപ്പെട്ടവരാണ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണമായി അലാ ഇന്നഫിൽ ജസദില മുദ്ഗത്തൻ ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു. അത് മറ്റൊരു സ്ഥലത്ത് നാം വിശദമായി പറഞ്ഞ ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ്. ആ ഹദീസിനെ കുറിച്ച് സൂഫിയാക്കൾ അവർക്ക് അതിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. കുറേ രഹസ്യങ്ങൾ, തസവ്വുഫിൻ്റെ മേഖലയിൽ കുറേ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ രഹസ്യങ്ങൾ ആ ഹദീസിലുണ്ട്. അതുപോലെ ഡോക്ടർമാർക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ അനാരോഗ്യം വരുമ്പോൾ അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന ഡോക്ടേഴ്സ്, അവർ ആ ഹദീസിനെ കുറിച്ച് പഠനം നടത്തിയാൽ അവർക്ക് മനസ്സിലാവും ഇത് അവരെക്കുറിച്ചാണ്, അവരെ ഫീൽഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. ഹൃദയത്തെക്കുറിച്ച്, ഹൃദയം റെഡിയാണെങ്കിൽ എല്ലാം റെഡിയാണ്, ഹൃദയം മോശമാണെങ്കിൽ എല്ലാം മോശമാണ് ആ ഹദീസിൽ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർമാർ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഹൃദയമാണ്, ഹൃദയത്തിൽ നിന്നാണ് രക്തം എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹൃദയം ശുദ്ധ ആരോഗ്യമായിരിക്കണം. ഹാർട്ടിനിക്ക് ആരോഗ്യം വേണം, എന്നാൽ മാത്രമേ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുകയുള്ളൂ. കുറേ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ആ മേഖലയിൽ കുറേ സംസാരിച്ചതായി കാണാം. അതുപോലെ ഇൽമുൻ നഫ്സ്, സൈക്കോളജി, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ആളുകൾ പഠനം നടത്തിയാൽ അവർക്ക് മനസ്സിലാവും സൈക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഹൃദയം എന്നാണ്, മനസ്സ് എന്നാണ്. മനസ്സിനെ കുറിച്ച്, മനസ്സാണ് മനുഷ്യനെ മുഴുവനും നിയന്ത്രിക്കുന്നത്. അപ്പം നിയന്ത്രിക്കുന്ന ആ ശക്തി അത് റെഡിയാണെങ്കിൽ മാത്രമേ നിയന്ത്രിതർ റെഡിയാവുകയുള്ളൂ. അപ്പം മനസ്സ് റെഡിയാണെങ്കിൽ, മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ, മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനും ആരോഗ്യമുണ്ടാവുകയുള്ളൂ. അപ്പം മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. മാനസികാരോഗ്യം. വലി യൂസുഫ ഷത്തുറുൽ ഹുസ്നി ഫലി നബിയ്യിന കുല്ലുൽ ഹുസ്നി കമാ സബഖൽ ഹുസ്നാൻ. പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട മറ്റൊരു പ്രവാചകർ. അവരെ പ്രത്യേകത, അവർക്ക് വലിയ സൗന്ദര്യമുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രത്യേകതകളിൽ അറിയപ്പെട്ട പ്രത്യേകതയാണ് അവർക്ക് വലിയ സൗന്ദര്യം ഉണ്ടായിരുന്നു. ഖുർആനിൽ അതൊക്കെ പറഞ്ഞതാ, നാം പലയിടത്തത് വിശദീകരിച്ചതുമാണ്. എന്നാൽ ഫലി നബിയ്യിന, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുൽ ഹുസ്നി, നമ്മുടെ നബിക്ക് മുഴുവൻ സൗന്ദര്യവുമാണ് നൽകപ്പെട്ടത്. വലി യൂസുഫ ഷത്റുൽ ഹുസ്നി, യൂസുഫ് നബി അലൈഹി സ്വലാമിനിക്ക് സൗന്ദര്യത്തിൻ്റെ പകുതി നൽകപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് മിഅ്റാജിൻ്റെ രാത്രി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് മുത്തുനബി വന്നിട്ട് വർണ്ണിച്ചു തന്നതാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനിക്ക് സൗന്ദര്യത്തിൻ്റെ പകുതി നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നബിക്ക് സൗന്ദര്യത്തിൻ്റെ ഫുള്ളും നൽകപ്പെട്ടു. എന്താണ് പറഞ്ഞത്? സൃഷ്ടികൾക്ക് നൽകപ്പെടുന്ന ഭംഗി, സൗന്ദര്യം, ആ സൗന്ദര്യത്തെ രണ്ടാക്കി വിഹിതിച്ചു, രണ്ട് ഭാഗമാക്കി. അതിന് ഒരു ഭാഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ആ നൽകപ്പെട്ട സൗന്ദര്യത്തിൽ നിന്ന് ആർക്കും വേറെ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ഭാഗം അതിൻ്റെ പകുതി യൂസുഫ് നബി അലൈഹി സ്വലാമിനും മറ്റേ പകുതി മറ്റുള്ള എല്ലാവർക്കും അങ്ങനെ നൽകപ്പെട്ടു. മനുഷ്യർക്ക് നൽകപ്പെട്ട സൗന്ദര്യത്തിൻ്റെ പകുതി, മുത്തുനബി അല്ലാത്ത മനുഷ്യർക്ക് നൽകപ്പെട്ട സൗന്ദര്യത്തിൻ്റെ പകുതി യൂസുഫ് നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ടു. മറ്റേ പകുതി യൂസുഫ് നബി അലൈഹി സ്വലാം അല്ലാത്ത മനുഷ്യർക്കും നൽകപ്പെട്ടു.
മുത്തുനബിക്ക് നൽകപ്പെട്ട സൗന്ദര്യമോ ആ സൗന്ദര്യം അത് വിഹിരിക്കപ്പെടാത്ത സൗന്ദര്യമാണ്. ആ വിഷയം ഇമാം ബൂസീരി റളിയല്ലാഹു തആല അൻഹു ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുങ്കസിമി എന്ന് പറഞ്ഞപ്പോൾ ബൂസീരി ഇമാമും ഈ വിഷയം തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ യാഥാർത്ഥ്യത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ഹദീസും കാണാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യം മൂന്നിലൊരു ഭാഗമാണ് എന്ന്, ഭംഗിയുടെ മൂന്നിലൊരു ഭാഗമാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അത് നാം ഈ പറഞ്ഞതാണ് അതിൻ്റെ വിശദീകരണം. കമാ സബക്കൽ ഹുസ്നാൻ, രണ്ട് ഭംഗിയെക്കുറിച്ചും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭംഗിയെക്കുറിച്ചും മുത്തുനബിയുടെ ഭംഗിയെക്കുറിച്ചും നേരത്തെ നാം വിശദീകരിച്ചിട്ടുണ്ട്. വലഹു തഅ്വീലുർ റുഅ്യ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭംഗിയേക്കാൾ എത്രയോ മടങ്ങ് ഭംഗി മുത്തുനബിയുടെ ഭംഗി ഉണ്ട് എന്ന് പറയുമ്പോൾ വരുന്ന സംശയത്തിനുള്ള മറുപടിയൊക്കെ നാം വിശദമായി നേരത്തെ പറഞ്ഞതാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭംഗി കണ്ട് കൈ മുറിച്ചു, മുത്തുനബിയുടെ ഭംഗി കണ്ടിട്ട് ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള സംശയത്തിന് വിശദമായിട്ടുള്ള മറുപടി മുമ്പ് ക്ലാസ്സുകളിൽ വിവരിച്ചതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല. വലഹു തഅ്വീലുർ റുഅ്യ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പ്രത്യേകത വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബിക്ക് അല്ലാഹു തആല സ്വപ്ന വ്യാഖ്യാനം നൽകപ്പെട്ടു, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നൽകി. അത് സ്വപ്ന വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്ക് ഏത് സ്വപ്നം കണ്ടാലും, സാധാരണ സ്വപ്ന വ്യാഖ്യാനമൊക്കെ പഠിച്ചവർ പോലും അവർക്ക് പോലും പറയാൻ കഴിയാത്ത ഏത് സ്വപ്നം കണ്ടാലും അതിൻ്റെ വ്യാഖ്യാനം പറയാൻ സാധിക്കുമായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഫലി നബിയ്യിന, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തഅബീറു മാ ലാ യുഹ്സീഹി ഹുസ്ബാൻ, എണ്ണമറ്റ സ്വപ്നങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിക്കുമായിരുന്നു. മുത്തുനബിക്കൊരു പതിവ് തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ പറഞ്ഞതായി കാണും. സുബ്ഹ് നിസ്കരിച്ച് കഴിഞ്ഞാൽ മുത്തുനബി ചോദിക്കും, ഇന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുമായിരുന്നു. സ്വപ്നം കണ്ടവർ മുത്തുനബിയോട് വിവരിക്കും. അപ്പോൾ മുത്തുനബി അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അങ്ങനെ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട, മുത്തുനബിയോട് അനുകരിച്ച് ജീവിച്ച ഈ ഉമ്മത്തിലുള്ള ആലിമീങ്ങളും ഔലിയാക്കളും അവർ എത്രയോ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാൻ സാധിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ആരിഫീങ്ങൾക്ക്, ഔലിയാന് സ്വപ്ന വ്യാഖ്യാനം എളുപ്പമാണ്. നമ്മുടെ ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. അവർ സ്വപ്ന വ്യാഖ്യാനത്തിന് സുപ്രസിദ്ധരാണ്. ഏത് സ്വപ്നം അവരോട് ചെന്ന് പറഞ്ഞാൽ അവരതിന് വ്യാഖ്യാനം നൽകുമായിരുന്നു. ആ വ്യാഖ്യാനം വളരെ സത്യമായി പുലരുകയും ചെയ്യാറുണ്ട്. വലിദാവൂദ ഇരാനത്തുൽ ഹദീദ് ഫലിനബിയ്യിനാ സഹ്റു ഉഹുദില്ലാൻ, മറ്റൊരു നബിയാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല നൽകി ഇലാനത്തുൽ ഹദീദ്, ഇരുമ്പിനെ അല്ലാഹു തആല മൃദുവാക്കി കൊടുത്തു. ദാവൂദ് നബി അലൈഹി സ്വലാമാണ് യുദ്ധത്തിൽ ധരിക്കാറുള്ള പടയങ്കി. ദാവൂദ് നബി അലൈഹി സ്വലാമാണ് ആദ്യം ഉണ്ടാക്കിയത്, ഇരുമ്പ് കൊണ്ടുള്ള പടയങ്കി. അതെങ്ങനെ? അത് അല്ലാഹു തആല, സാധാരണ ഇവിടെ ഇരുമ്പ് പണി എടുക്കുന്ന ആളുകൾ മേടി ബെൽഡ് ചെയ്തുണ്ടാക്കുന്ന ആ രൂപത്തിലല്ല. അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി സ്വലാമിലേക്ക് ഇരുമ്പിനെ ഒതുക്കി കൊടുത്തു. ഉദ്ദേശിക്കുന്നത് പോലെ വളക്കാനും തിരിക്കാനും ഒട്ടിക്കാനൊക്കെ ഉള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തു. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കൈയുണ്ട്, എന്ത് ചെയ്താലും ദാവൂദ് നബി ഉദ്ദേശിച്ചതുപോലെ ആ ഇരുമ്പാവും. അങ്ങനെയുള്ള കഴിവ് അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി സ്വലാമിന് നൽകി. എന്നാൽ ഫലി നബിയ്യിനാ സഖ്റു ഉഹുദില്ലാൻ, ഇരുമ്പിനെ ശരിപ്പെടുത്താനും അതിനെ വളക്കാനും തിരിക്കാനൊക്കെ തീയിന് സാധിക്കും. വല്ലാതെ തീ കത്തിച്ചാൽ, തീയിലിട്ടാൽ ഇരുമ്പ് അത് ഉരുകി വരും. എന്നാൽ
തീയിന് പോലും ഉരുക്കാനോ ഒന്നും ചെയ്യാനും സാധിക്കാത്ത ഒരു സാധനമാണ് പാറ, അടഞ്ഞ പാറ. ഈ പാറക്കല്ല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അതിനെ ഒതുക്കി കൊടുത്തു. ഫലി നബിയിന സഹുറു ഉഹദിൻ ലാൻ, ഉഹദിലുണ്ടായിരുന്ന ഒരു പാറ മുത്തനബിക്കായി അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് പോലെ ഒതുക്കി കൊടുത്തു. ഉഹദ് യുദ്ധത്തിൽ കുറഞ്ഞ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള മുത്തുനബിയുടെ സംരക്ഷകരായ മുഅ്മിനീങ്ങളിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. അന്നേരം ശത്രുക്കൾ മുത്തുനബിയിലേക്ക് അടുത്ത് മുത്തുനബിയെ ആക്രമണം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമായപ്പോൾ മുത്തുനബി ഉഹദിൻ്റെ അടുത്തുണ്ടായിരുന്ന, മലയുടെ അടുത്തുണ്ടായിരുന്ന ഒരു പാറക്കല്ല്, ആ പാറയുടെ അടുത്തേക്ക് ചെന്ന് മുത്തുനബിക്ക് ആ പാറൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് തോന്നിയപ്പോൾ ആ പാറ മുത്തുനബിയെ മറച്ചു പിടിച്ച്, മുത്തുനബിക്കായി ആ പാറ വെള്ളം പോലെ, ആ പാറ മുത്തുനബി ഉദ്ദേശിക്കുന്നത് പോലെ മുത്തുനബിക്കൊരു മറയായി തുളഞ്ഞു നിന്ന്. അത് ഇപ്പോഴും മദീനത്ത് പോകുന്നവർക്ക്, ഉഹദ് സന്ദർശിക്കാൻ പോകുന്നവർക്ക് ആ പാറയെ കാണാൻ സാധിക്കും. അപ്പോൾ ഇരുമ്പിൻ്റെ അത്രയും അത് ലോലമാവാത്ത സാധനമാണ് പാറ. ആ പാറ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോലമായി. മാത്രമല്ല, മക്കത്തും അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് മുത്തുനബിക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടി മുത്തുനബി ഒന്ന് ചാഞ്ഞ സമയത്ത് നല്ല മെത്തയെ പോലെ പാറ ലോലമായി നിന്നുകൊടുത്തു. ആ പാറയിൽ മുത്തുനബിയുടെ കൈകളും പുറഭാഗങ്ങളൊക്കെ പതിഞ്ഞതായി കാണപ്പെടാറുണ്ട്. ആ പാറ എന്നുമുണ്ട് എന്ന് കിതാബുകളിലൊക്കെ കാണുന്നു. പക്ഷേ നാം ആ പാറ കണ്ടിട്ടില്ല, അതെവിടെ നമുക്കറിയില്ല. കിതാബുകളിലൊക്കെ ഉണ്ട്. ആ എഴുതിയ മുസന്നിഫീങ്ങൾ പറയുന്നുണ്ട്, രചയിതാക്കൾ പറയുന്നുണ്ട്, എന്നും ആ പാറ ജനങ്ങളെല്ലാം സന്ദർശിക്കുന്നു, ആ പാറ എന്നുമുണ്ട് എന്ന്. വലഹു തസ്ബീഹുൽ ജിബാലി വത്തുയൂരി ബിഖ്തിറാൻ, വലഹു തസ്ബീഹുൽ ജിബാലി, മാത്രമല്ല ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പർവ്വതങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാമിനായി തസ്ബീഹ് ചൊല്ലി. ദാവൂദ് നബി അലൈഹി സ്വലാമിനക്ക് തസ്ബീഹോ? അതെ, തസ്ബീഹ് അള്ളാഹുവിനല്ലേ, അള്ളാഹുവിന് തന്നെയാണ് തസ്ബീഹ്. പക്ഷേ സാധാരണ മലകൾ ചൊല്ലാറുള്ള തസ്ബീഹ് മലകളുടെ ഭാഷയിലുള്ള തസ്ബീഹാണ്. അള്ളാഹുവിനെ സ്തുതിക്കാനും തസ്ബീഹ് ചൊല്ലാനും പുകഴ്ത്താനും പാറകൾക്കും പറവകൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു തആല കഴിവ് നൽകിയിട്ടുണ്ട്, ഭാഷകൾ നൽകിയിട്ടുണ്ട്. വിവിധ ഭാഷകളിലായി എല്ലാവരും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അക്കാര്യം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുമുണ്ട്. ആരിഫീങ്ങൾ അത് കേട്ടുകൊണ്ട് അവരുടെ അനുഭവം വിശദീകരിച്ചിട്ടുമുണ്ട്. അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസ്താവന നേരത്തെ നാം വിവരിച്ചതാണ്. എല്ലാ പാറകൾക്കും, എല്ലാ വസ്തുക്കൾക്കും, എല്ലാ ജീവികൾക്കും അവയുടേതായ പ്രത്യേക ഭാഷയുണ്ട്. അവർ ആ ഭാഷയിൽ തസ്ബീഹ് നിർവഹിക്കുന്നുമുണ്ട് എന്ന്. അപ്പം മലകൾ സാധാരണ തസ്ബീഹ് ചൊല്ലാറുള്ളത്, അള്ളാഹുവിനെ പുകഴ്ത്താറുള്ളത്, വർണ്ണിക്കാറുള്ളത് മലകൾക്ക് നൽകപ്പെട്ട ഭാഷയിലാണ്. പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു മലയിൽ പോയിരുന്ന് അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. കൂടെ ദാവൂദ് നബി അലൈഹിസ്സലാമിനിക്ക് ഒരു സന്തോഷത്തിന് കൂടെ ദിക്ർ ചൊല്ലാൻ ആരുമില്ല. ഒറ്റയ്ക്ക് ദിക്ർ ചൊല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. കൂടെ ഒരാളുണ്ടാവുമ്പോൾ ഒരു ആവേശം വരും. അപ്പം ആവേശത്തിന് കൂടെ ദിക്ർ ചൊല്ലാൻ ആരുമില്ല. അപ്പോൾ അല്ലാഹു തആല മലകളോട് പറഞ്ഞു, യാ ജിബാലു അവ്വിബി മഅഹു. മലകളോട് അള്ളാഹു പറഞ്ഞു, ഓ മലകളെ, ഒരു മല മാത്രമല്ല 3 മലെങ്കിലും വേണം മലകളെ എന്ന് പറയണമെങ്കിൽ. ഓ മലകളെ, നിങ്ങളൊക്കെ അവ്വിബി മഅഹു, ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ നിങ്ങളും അങ്ങനെ തസ്ബീഹ് ചൊല്ലൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് മലകൾ ദാവൂദ് നബിയുടെ കൂടെ തസ്ബീഹ് ചൊല്ലി. വത്തൈർ, പക്ഷികളോടും അല്ലാഹു തആല തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ദാവൂദ് നബി തസ്ബീഹ് അങ്ങ് ചൊല്ലിയാൽ ദാവൂദ് നബി ചൊല്ലുന്ന അതേ ഭാഷയിൽ അതേ തസ്ബീഹ് മലകളും ചൊല്ലുന്നു, പക്ഷികളും ചൊല്ലുന്നു. പക്ഷികളെല്ലാം ദാവൂദ് നബിൻ്റെ അടുത്ത് വന്നിട്ട് സ്വഫായിരുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്. അപ്പോൾ അത് വലിയ സന്തോഷമായി, ദാവൂദ് നബി ചൊല്ലുന്ന അതേ തസ്ബീഹ്. എന്നാൽ ഇങ്ങനെ മനുഷ്യരല്ലാത്ത ആളുകൾ, മനുഷ്യരല്ലാത്ത സൃഷ്ടികൾ തസ്ബീഹും ഒക്കെ മുത്തനബി ചൊല്ലുന്ന അതേ തസ്ബീഹ് ചൊല്ലിയ സംഭവം ഉണ്ടോ? എമ്പാടും ഉണ്ട്. വലഹു ഫലി നബിയ്യിന മിസ്ലുഹു, എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. മിന്നഹവി ഹസൻ, മിന്നഹവി ഹസൻ ചരക്കല്ലിൽ പോലോത്തതിൽ നിന്ന്, വതആമിൻ ഭക്ഷണങ്ങളിൽ നിന്നും, വമാഇൻ വെള്ളവും, വജുദുറാൻ ചുമരുകളും ഒക്കെ തസ്ബീഹ് ചൊല്ലിയതായി എത്രയോ സംഭവങ്ങളുണ്ട് അല്ലേ? ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ചരക്കല്ല് വാരി മുത്തുനബിയുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് ആ ചരക്കല്ല് ഇങ്ങനെ നല്ല മുത്തുനബി ചൊല്ലുന്ന അതേ ഭാഷയിൽ തസ്ബീഹ് ചൊല്ലുന്നതായിട്ട് സ്വഹാബികൾ കേട്ടു. അപ്പോൾ ആ ചരക്കല്ല് നിലത്ത് വെച്ചു. അങ്ങനെ ആ തസ്ബീഹ് നിർത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചരക്കല്ലെടുത്ത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ നേരത്തെ ചൊല്ലുന്ന അതേപോലെ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. അത് നിലത്ത് വെച്ചു, തസ്ബീഹ് നിർത്തി. വീണ്ടും ആ ചരക്കല്ലെടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അവരുടെ കയ്യിൽ നിന്നും ആ ചരക്കല്ല് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. നിലത്ത് വെച്ചു, അത് നിർത്തി. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോഴും തസ്ബീഹ് ചൊല്ലി. അങ്ങനെ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് മുത്തുനബിയുടെ ഭാഷയിൽ തസ്ബീഹ് ചൊല്ലുന്നത് പോലെ മുത്തുനബിയുടെ ഖുലഫാ ആയ പ്രതിനിധികളായ സ്വഹാബികളുടെ കയ്യിൽ വെച്ചിട്ടും തസ്ബീഹ് ചൊല്ലിയതായി, ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതായി സംഭവമുണ്ട്. വതആമിൻ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നതായിട്ടും ഹദീസിലുണ്ട്. മുത്തുനബിയുടെ അടുത്ത് വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേൾക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. വമാഇൻ വെള്ളം തസ്ബീഹ് ചൊല്ലിയതായിട്ട് ഹദീസിലുണ്ട്. വജുദുറാൻ ചുമരി ദിക്ർ ചൊല്ലിയതായിട്ടും ഹദീസിലുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഫള് റളിയല്ലാഹു തആല അൻഹുവിനെയും ഫള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയൊക്കെ വിളിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതപ്പിൻ്റെ ഉള്ളിലാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കായി ദുആ ചെയ്തു. ഇവർ എൻ്റെ അഹ്ലുബൈത്താണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ദുആ ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ചുമര് ആമീൻ ആമീൻ എന്ന് പറയുന്നതായി സ്വഹാബികൾ കേട്ടു. അപ്പോൾ അത് ആ ചുമരുകൾ തസ്ബീഹ് ചൊല്ലും, ചുമരുകൾ ദിക്ർ ചൊല്ലി മുത്തുനബിക്കായി എന്ന് പറഞ്ഞു. മുത്തുനബി ദുആ ചെയ്തു, ആ ദുആ കേട്ട ചുമര് ആമീൻ എന്ന് ആമീൻ പറഞ്ഞു. വലി സുലൈമാന കലാമുത്തൊയ്രി വമുൽക്കുൻ ഹിസ്സിയു യഉമ്മുൽ ഔത്താൻ. മറ്റൊരു നബിയാണല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ നബിയോട് സംസാരിച്ച സംഭവം. ഉല്ലിംന മന്തിഖത്തൊയ്രി എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷികളുടെ സംസാരം ഭാഷ നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് സുലൈമാൻ നബി പ്രഖ്യാപിച്ചു. അങ്ങനെ സുലൈമാൻ നബിയോട് മരക്കൊത്തി സുലൈമാൻ നബിയോട് സംസാരിക്കുമായിരുന്നു. ആ സംഭവം വിശുദ്ധ ഖുർആനിലുണ്ട്. ഉല്ലിംന മന്തിഖത്തൊയ്ർ. പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ശബ്ദം വെക്കുകയല്ല. നാം പറയും പക്ഷി ശബ്ദം വെക്കുകയാണ്, നമുക്കതിൻ്റെ അർത്ഥം തിരിയാത്തത് കൊണ്ടാണ്. നാം തുമ്മിയാലും കുരക്കുമ്പോഴും അതിനൊന്നും ആരും ഭാഷ എന്ന് പറയാറില്ല. അത് ശബ്ദമാണ്, അത് ഭാഷ അല്ല.
അതിൽ അക്ഷരം ഒന്നും പറയാറില്ല. എന്താണത്? അതിന് അക്ഷരം വ്യക്തമായിട്ട് ഇല്ല. അതുപോലെയാണ് നാം മറ്റു ജീവികളുടെ ശബ്ദങ്ങളെ പറ്റി പറയാറുള്ളത്. ആ ജീവി ഇന്നൊരു അക്ഷരം പറഞ്ഞു എന്ന് ഞാൻ പറയാറില്ല. കാരണം ആ ജീവിയുടെ അക്ഷരം നമുക്ക് അറിയില്ല, ഭാഷ അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ വല്ലിംന മന്തിഖത്വൈർ എന്നുള്ള സൂക്തത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും പക്ഷികൾക്ക് ഭാഷയുണ്ട് എന്ന്. കാരണം അള്ളാഹു തആല പറഞ്ഞത് വല്ലിംന സൗത്തത്തുയൂർ എന്നല്ല, പക്ഷികളുടെ ശബ്ദം പഠിപ്പിച്ചെന്നു എന്നല്ല, മറിച്ച് പക്ഷികളുടെ ഉച്ചാരണം, അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിന് മൊഴിയുന്നതിനാണ് മന്തിഖ് എന്ന് പറയുക. ആ പക്ഷികൾക്ക് അവരുടെ ഭാഷയുണ്ട്, ആ ഭാഷയ്ക്ക് അക്ഷരങ്ങളുണ്ട്, ആ അക്ഷരങ്ങൾ മൊഴിയുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ പക്ഷികളുടെ അക്ഷരമൊഴിയലിനെ, അല്ലെങ്കിൽ അതിനെ ഭാഷ എന്നും പറയാം, ഭാഷയെ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പോൾ പക്ഷികൾക്ക് ഭാഷയുണ്ട് എന്ന് ഖുർആൻ അതിന് സാക്ഷിയാണ്. ഓ മുൽക്കുൻ ഹിസ്സിയുൻ യഉമ്മുൽ ഔത്വാൻ. മാത്രമല്ല സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു മറ്റൊന്ന് നൽകപ്പെട്ടു. ഭൂലോകമെല്ലാം ഭരിക്കുന്ന രാജാവാണ്, ഭരിച്ച രാജാവാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. ഭൂമിയിലൊട്ടാകെ ഭരിച്ച രാജാവാണ്, മരിക്കാണ് രാജാവാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. സുലൈമാൻ നബിൻ്റെ ഒരു പ്രത്യേകതയാണ്, വെറും നുബുവത്ത് പ്രവാചകത്വം മാത്രമല്ല, അതിൻ്റെ പുറമെ രാജകീയ ഭരണം കൂടെ നൽകി. ഫനബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മുടെ നബിക്ക് ഭാഷ അറിയൂലേ? പക്ഷികളെ ഭാഷ ഒന്നും അറിയൂലേ? അറിയാതെ ഫനബിയുന കല്ലമഹുൽ ഹജറു. നമ്മുടെ നബിയോട് കല്ലുകളാണ് സംസാരിച്ചത്. സുലൈമാൻ നബിക്ക് പക്ഷികളെ ഭാഷ, പിന്നെ ഉറുമ്പ് സംസാരിച്ചതും പറഞ്ഞിട്ടുണ്ട്. ഉറുമ്പുകളുടെ ഭാഷയും സുലൈമാൻ നബിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ സൂറത്ത് നംലിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കല്ലുകൾ സംസാരിച്ചിട്ടുണ്ട്. മുത്തുനബി അങ്ങോട്ട് കല്ലിനോടും സംസാരിച്ചിട്ടുണ്ട്. മുത്തുനബിൻ്റെ സമ്മതപ്രകാരം കല്ലുകളോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സംസാരിച്ച സംഭവമുണ്ട്. നാം നേരത്തെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഓ കല്ലുകളെ, യദുഉകുന്ന അയ്യത്തുഹൽ അഹ്ജാർ യദുഉകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഒരു മരുഭൂമിയിലൂടെ പോകുമ്പോൾ മുത്തുനബിക്ക് വിസർജിക്കാൻ മറയില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ മുത്തുനബി പറഞ്ഞു, അബൂ ഹുറൈറ തങ്ങളോട് ആ കല്ലുകളോട് ഇങ്ങ് വരാൻ പറയും. അബൂ ഹുറൈറ അവിടെ നിന്നിട്ട് വിളിച്ചു, ഓ കല്ലുകളെ, നിങ്ങളെ റസൂലുള്ള വിളിക്കണേ. അപ്പോൾ ഓരോ കല്ലുകളും മുത്തുനബി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ആമ വരുന്നത് പോലെ അങ്ങനെ വന്നു. പിന്നീട് ആ കല്ലുകളോട് മുത്തുനബി പറഞ്ഞാൽ മതി, പക്ഷേ അതിനേക്കാൾ വലുതാണല്ലോ. മുത്തുനബി പറയാൻ പറഞ്ഞാൽ തന്നെ ഫലം കാണുമ്പോൾ മുത്തുനബി അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, ഖാദിമിനോട് പറഞ്ഞു, ആ കല്ലുകളോട് പറയും അതൊരു പടുവായി, ഒരു ബിൽഡിങ്ങായി ഇങ്ങനെ നിൽക്കാൻ പറയും. അപ്പം അങ്ങനെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഓരോ കല്ലുകളും ഒന്ന് മറ്റൊന്നിൻ്റെ മീതെയായി നിന്ന സംഭവം. പിന്നീട് ആ കല്ലുകളോട് നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങോട്ട് തന്നെ തിരിച്ചു പോയ സംഭവം. അപ്പോൾ മുത്തുനബി അങ്ങോട്ട് സംസാരിച്ചത് മനസ്സിലായി. പിന്നെ കല്ലുകൾ മുത്തുനബിയോട് ഇങ്ങോട്ട് സംസാരിച്ചതുമുണ്ട്. മുത്തുനബിയോട് എത്രയോ കല്ലുകൾ സലാം പറയുമായിരുന്നു. ഷജറു, അതുപോലെ മരങ്ങളും മുത്തുനബിയോട് സംസാരിച്ചിട്ടുണ്ട്. മരങ്ങളോട് അങ്ങോട്ട് മുത്തുനബി സംസാരിച്ചു. ഇതുപോലെ മറ്റൊരു വേളയിൽ മരങ്ങളെ മുത്തുനബി വിളിച്ചപ്പോൾ ആ മരങ്ങൾ മുത്തുനബിയുടെ അടുത്തേക്ക് വന്ന് മറയായി നിന്ന് കൊടുത്ത സംഭവം ഉണ്ട്. അത് ഇമാം ബൂസീരി ബുർദത്തു ഷരീഫയിൽ വിവരിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. മരങ്ങൾ മുത്തുനബിയോട്, മക്കത്തും മദീനത്തൊക്കെ ഉള്ള മരങ്ങൾ മുത്തുനബിയോട് സലാം പറയുമായിരുന്നു. വലബിയത്തുൻ, പെൺമാനും മുത്തുനബിയോട് സംസാരിച്ചിട്ടുണ്ട്. പെൺമാനിനെ വേട്ടയാടിയ അറാബി പെൺമാനിനെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടു. ആ അറാബി ഒന്ന് ശ്രദ്ധ തിരിഞ്ഞപ്പോൾ ആ കെട്ടിയിട്ട പെൺമാന് മുത്തുനബിയെ വിളിച്ച്, യാ റസൂലല്ലാഹ് എന്നാണ് വിളിക്കുന്നത്. മുത്തുനബിയോട് വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ എന്നെ നയിച്ച് വിടുമോ? എനിക്ക് 2 പാൽ കുടിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ
അങ്ങ് എന്നെ വഹിച്ചു വിട്ടാൽ ഞാൻ ആ കുട്ടികൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരാം, പിന്നീട് എന്നെ ഇവിടെ കെട്ടിയിടാം. അങ്ങനെ മുത്തുനബി ആ അയറാബിയെ വിളിച്ചിട്ട് സമ്മതം വാങ്ങി അയച്ചുവിട്ട സംഭവം ഉണ്ട്. വസൈദും മിനൽ ലുബ്ബാൻ, അതുപോലെ ഉടുമ്പുകളെ കൂട്ടത്തിൽപ്പെട്ട വേട്ടയാടിയ ഉടുമ്പ്, ആ ഉടുമ്പ് സംസാരിച്ചതുമുണ്ട്. ഒരു അയറാബി ഒരു ഉടുമ്പിനെ പിടിച്ച് ഇങ്ങനെ വേട്ടയാടി പോകുമ്പോൾ അയറാബിയോട് മുത്തുനബി ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ആ അയറാബി പറഞ്ഞു, അയറാബികൾക്ക് നല്ല ബുദ്ധിയുണ്ടാവും, സ്വഭാവം നല്ല സ്വഭാവം ആവണമെന്നില്ല, പക്ഷേ നല്ല ബുദ്ധിയുണ്ടാവും. അയറാബി ചോദിച്ച മാത്രയിൽ തന്നെ പറഞ്ഞു, ഒരു മുഅ്ജിസത്ത് കണ്ടാൽ വിശ്വസിക്കുക എന്നുള്ള വാശിയിൽ എൻ്റെ കയ്യിലുള്ള ഈ ഉടുമ്പ് ഇത് നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കാതെ. അപ്പോൾ മുത്തുനബി ഉടുമ്പിനോട് ചോദിച്ചു, തഷ്ഹദു അന്നി റസൂലുള്ള, അല്ല ഉടുമ്പേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ചോദിച്ചു. ഉടുമ്പ് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ള, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ള. ഉടുമ്പ് അങ്ങ് ഷഹാദത്ത് കലിമ ചൊല്ലി. അത് കേട്ടപ്പോൾ ആ അഅറാബി മുസ്ലിമായ സംഭവം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇമാം സുയൂത്തി റഹിമഹുല്ല അൽ ഖസാഇസുൽ കുബ്രയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ശിഷ്യൻ ഇമാം സാലിഹ് ഷാവി സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഫഇന്നഹു റസൂലുൻ ഇലാ കാഫത്തിൽ ഖൽഖി, മുത്തുനബിയോട് എല്ലാ ജീവികളും അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളും ഒക്കെ മുത്തുനബിയോട് സംസാരിക്കാൻ കാരണം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലു ഇലാ കാഫത്തിൽ ഖൽഖ്, മുത്തുനബി മുഴുവൻ സൃഷ്ടികളിലേക്കുമുള്ള ദൂതനാ, റസൂലാണ്. മനുഷ്യരിലേക്കോ ജിന്നിലേക്കോ മാത്രമല്ല. മറ്റു അമ്പിയാക്കന്മാരൊക്കെ മനുഷ്യരിലേക്ക് മാത്രമുള്ള പ്രവാചകനാണ്. നമ്മുടെ നബിയോ മുഴുവൻ സൃഷ്ടികളിലേക്കുമുള്ള റസൂലാണ്. അങ്ങനെ ഹദീസ് തന്നെ ഉണ്ട്, മുസ്ലിമിൻ്റെ ഹദീസിൽ ഉർസിൽതു ഇലൽ ഖൽഖി കാഫത്തൻ, സർവ്വ സൃഷ്ടികളിലേക്കുമുള്ള റസൂലാണ് ഞാൻ. അപ്പോൾ ഈ റസൂലിൽ നിന്നാണ് കല്ലുകൾക്ക്, നേരത്തെ പറഞ്ഞല്ലോ മലകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ഈ മലകൾക്ക് മലകളുടേതായ ഭാഷയിൽ തസ്ബീഹ് ചൊല്ലാൻ ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്ത് വരുന്നതിൻ്റെ മുമ്പേ മലകൾ, മക്കത്ത് മുത്തുനബി പ്രസവിക്കപ്പെടുന്നതിൻ്റെ മുമ്പേ മലകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അന്ന് ആരെ പഠിപ്പിച്ചു കൊടുത്തത്? അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മലകളൊക്കെ പടക്കണതിൻ്റെ മുമ്പ്, ആകാശങ്ങളെ പടക്കണതിൻ്റെ മുമ്പ് അള്ളാഹു തആല പഠിച്ചു വച്ചിട്ടുണ്ട്. ആ പഠിച്ചു വെച്ച നൂറ് മുഹമ്മദിയാവുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നേ റസൂല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അർശിനെ തസ്ബീഹ് പഠിപ്പിച്ചു കൊടുത്തത്. അർശിനെ തസ്ബീഹിനെ കുറിച്ച് ബോധ്യമുണ്ടാക്കി കൊടുത്തത്, ഇൽഹാമാക്കി കൊടുത്തത്, ബോധനം നൽകിയത് ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കൾക്കും എല്ലാ ജീവികൾക്കും സൃഷ്ടികൾക്കും എല്ലാ മലക്കുകൾക്കും തസ്ബീഹും ഇബാദത്തും ഒക്കെ ബോധനം നൽകിയത്, അതിനെക്കുറിച്ചുള്ള അറിവ് ഇൽഹാമാക്കി കൊടുത്തത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് മുത്തുനബിക്ക് എല്ലാ സൃഷ്ടികളുടെയും ഭാഷ അറിയണം. ഫതുകല്ലിമുഹു, മുത്തുനബിയോട് സംസാരിക്കും അൽ ജമാദാത്തു. മുത്തുനബി എല്ലാവരുടെയും റസൂലാവുമ്പോൾ മുത്തുനബിയോട് ഒട്ടകം സംസാരിച്ച സംഭവമുണ്ട്, പല ജീവികളും മുത്തുനബിയെ സമീപിച്ച് സംസാരിച്ച സംഭവമുണ്ട്. ചില സംസാരം മുത്തുനബിക്കേ അറിയൂ, സ്വഹാബത്തിന് അറിയൂല. മദീനയിലുള്ള ഒരു മനുഷ്യൻ ഒരു ഒട്ടകത്തെ പിന്നിൽ വാള് ഊരി പിന്നിൽ ഓടി വരുന്നുണ്ട്. ഒട്ടകം മുത്തുനബിയുടെ അടുത്തേക്ക് ഓടി വരിക. ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്തിനാണ് ഈ ഒട്ടകത്തെ ഓടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഈ ഒട്ടകത്തെ അറക്കുകയാണ്. എന്താ കാര്യം? അപ്പോൾ ഒട്ടകം എനിക്ക് വഴിപ്പെടുന്നില്ല, ഞാൻ പറയുന്ന പണിയൊന്നും ആ ഒട്ടകം കേൾക്കുന്നില്ല. അപ്പോൾ ഒട്ടകത്തോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കാര്യം എന്ന് ചോദിച്ചു. ഒട്ടകം അതിൻ്റെ താടിയുടെ ഭാഗം മുത്തുനബിയുടെ അടുത്ത് ഇങ്ങനെ വെച്ച് മുത്തുനബിയോട് സംസാരിക്കുകയാണ്. ഈ ഭാഷ മുത്തുനബിക്കേ മനസ്സിലാവുന്നുള്ളൂ, ആർക്കും മനസ്സിലാവുന്നില്ല, മറ്റേ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നു. മുത്തുനബി പറഞ്ഞു, ഈ ഒട്ടകം പറയുന്നത്, നീ നിസ്കരിക്കുന്നില്ല, ഇഷ നിസ്കരിക്കുന്നില്ല, നീ ഇഷ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പോൾ ഒട്ടകത്തിന് ഭയങ്കര പേടിയാണ്, ഇഷ നിസ്കരിക്കാതെ ഉറങ്ങുന്ന മനുഷ്യൻ്റെ വീട്ടിൽ
അദാബ് ഇറങ്ങുമല്ലോ, ആ അദാബ് ഇറങ്ങുമ്പോൾ അദാബിൽ ഞാനും പെട്ടുപോകുമല്ലോ എന്നുള്ള ഭയമുണ്ടായത് കൊണ്ടാണ് നീ പറഞ്ഞത് ഒട്ടകം കേൾക്കാത്തത്. നീ നിസ്കാരം പൂർണ്ണമായി നിസ്കരിക്കുന്നത് തുടങ്ങിയാൽ ഒട്ടകം നിനക്ക് വൈപ്പെടും. അങ്ങനെ ഒട്ടകത്തിനെ നല്ല നിലക്ക് പറഞ്ഞയച്ചു, ഒട്ടകത്തിനെ പിടിച്ച് നല്ല നിലക്ക് കൊണ്ടുപോയി. അപ്പം അങ്ങനെ എല്ലാ ജീവികൾക്കും മുത്തുനബിയോട് സംസാരിക്കേണ്ട ഫതുക്കല്ലിമുഹുൽ ജമാദാത്തു, നിർജീവങ്ങളായ വസ്തുക്കൾക്കും മുത്തുനബിയോട് സംസാരിക്കേണ്ടതുണ്ട്. വൽ ഹയവാൻ, ജീവികൾക്കും സംസാരിക്കേണ്ടതുണ്ട്. പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനിക്ക് രാജകീയ ഭരണം നൽകിയ വിഷയം വാബാ ദാലിക്കൽ മുൽക്ക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷത്തിൽ രാജകീയ ഭരണം വേണ്ടെന്ന് വെച്ചു. ഇത് ഉരിദ അലൈഹി, മുത്തുനബിക്ക് ഈ രാജകീയ ഭരണം മുത്തുനബിക്ക് നൽകപ്പെടാൻ വേണ്ടി മുത്തുനബിയുടെ മുന്നിൽ ആ ഖിയാർ അല്ലാഹു തആല നൽകിയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോകരാജാവാകാം, ഭൂലോക രാജാവാകാം, പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാവരുടെയും മീതെ നിൽക്കുന്ന ഒരു രാജാവായി പ്രത്യക്ഷത്തിൽ നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് നൽകപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി അത് വേണ്ടാന്ന് വെച്ചു. ഹദീസിൽ കാണാം വൈൻ സാദൽ മുലൂക്ക. അപ്പോൾ സുലൈമാൻ നബിക്ക് നൽകപ്പെട്ട രാജകീയ ഭരണം മുത്തുനബിക്ക് പ്രത്യക്ഷത്തിൽ നൽകപ്പെടാതിരുന്നതല്ല, വേണ്ടാന്ന് വെച്ചതാണ് നൽകപ്പെട്ടപ്പോൾ. വൈൻ സാദൽ മുലൂക്ക ബാത്തുനൻ, പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. ബാത്തുനൻ, പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായി. ലാഫിൽ ഏലാൻ, പരസ്യത്തിലല്ല പ്രത്യക്ഷത്തിലല്ല. കാരണം മുത്തുനബിയാണല്ലോ സയ്യിദുൽ ഖൽക്ക്, സയ്യിദുൽ വറ, സയ്യിദുൽ അനാം, സൃഷ്ടികളുടെ നേതാവ്, സൃഷ്ടികളുടെ രാജാവ് എന്നും പറയാം. അത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലി സുലൈമാന റിയഹുൻ ഖുദുവുഹാ വറവാഹുഹാ ഷഹ്റാൻ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പ്രത്യേകത വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വലി സുലൈമാന റിയഹ ഖുദുവുഹാ ഷഹ്റുൻ വറവാഹുഹാ ഷഹ്റുൻ. ഖുർആൻ പറഞ്ഞു സുലൈമാൻ നബിക്ക് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഖുദുവുഹാ ഷഹ്റുൻ, ആ കാറ്റ് രാവിലെ മുതൽ ഉച്ചവരെ കാറ്റ് സുലൈമാൻ നബിക്ക് ഒരു വാഹനമായി കാറ്റ് കൊണ്ടുപോകുന്നത് ഷഹ്റുൻ, ഒരു മാസം യാത്ര ചെയ്യുന്ന വൈദൂരാണ്. അപ്പോൾ ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും വൈദൂരത്തേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ രാവിലെ മുതൽ ഉച്ചവരെ കാറ്റ് കൊണ്ടുപോകും. വറവാഹുഹാ ഷഹ്റുൻ, ഉച്ച മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ടൈമുള്ള യാത്ര കാറ്റ് കൊണ്ടുപോകുന്നത് ഷഹ്റുൻ, അതും ഒരു മാസത്തെ വൈദൂരമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിനിക്ക് എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാലും കാറ്റ് വരും, കാറ്റ് പോവേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാം ഭൂലോകാകെ ഭരിക്കുകയാണല്ലോ, അപ്പോൾ ലോകത്ത് മൊത്തം നടക്കുന്നത് അറിയണമല്ലോ. അതിന് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഈ ഭൂമിയുടെ ഏത് ഭാഗത്തേക്കും കാറ്റങ്ങനെ കൊണ്ടുപോയി. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഒരു മാസത്തെ വൈദൂരം കാറ്റ് പകലിൻ്റെ 6 മണിക്കൂർ കൊണ്ട്, ഏകദേശം ശരാശരി 6 മണിക്കൂർ കൊണ്ട് ഒരു മാസത്തെ വൈദൂരം കാറ്റ് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കണ്ടുപോയാൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിനിക്ക് ശ്വാസം മുട്ടുകയോ മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, തലവേദന ഉണ്ടാകുകയോ അല്ലെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ശരീരഭാഗങ്ങൾക്ക് ഒടിവോ ചതവൊക്കെ സംഭവിക്കൂലേ? ശാസ്ത്രം കൊണ്ട് അങ്ങനെയാണ് ആലോചിച്ചാൽ മനസ്സിലാകുക. അത് വിഡ്ഢിത്താണ്, ആ ചോദ്യം തന്നെ വിഡ്ഢിത്താണ്, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇന്നൊരു ശാസ്ത്രജ്ഞൻ പറയുന്നത് കേട്ടു, ഒരു വിഡ്ഢിയായ ശാസ്ത്രജ്ഞൻ പറയുന്നതായിട്ട് കേട്ടു, ചന്ദ്രൻ 2 പിളർപ്പാക്കാന്ന് പറയുന്നത് അസംഭവ്യമാണ്, ഒരിക്കലും നടക്കൂല. ചന്ദ്രൻ അത്രമാത്രം സ്പീഡിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലത്തിലായി ഭൂമിയെ ആശ്രയിച്ചുകൊണ്ട് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. അത്രയും സ്പീഡിൽ കറങ്ങുമ്പോൾ ആ ചന്ദ്രന്, ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഇടയിൽ വലിയ ഊർജമുണ്ട്. ആ ഊർജത്തെ മറികടന്നിട്ട് വേണം
ചന്ദ്രനെ പിളർപ്പാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കത്തി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ വെച്ച് കട്ടർ വെച്ച് ചന്ദ്രനെ മുറിക്കണമെങ്കിൽ ഈ വലിയ ഊർജം, ആ വലിയ ഊർജം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട ബോംബുകൾ, ഏറ്റവും വലിയ ശക്തമായ ബോംബ്, ആ ബോംബ് എല്ലാം കൂടെ ഒരൊറ്റ സമയത്ത് പൊട്ടിച്ചാൽ ഉണ്ടാകുന്ന ഊർജം, അതിനേക്കാൾ കോടാനുകോടി ഊർജം കൂടിയ ഊർജമാണ് അവിടെ ഉള്ളത്. ആ ഊർജത്തെ മറികടക്കുന്ന ഒരു കട്ടർ വേണ്ടി വരും ചന്ദ്രനെ പിളർപ്പാക്കാൻ. അതുകൊണ്ട് ചന്ദ്രനെ പിളർപ്പാക്കിയിട്ടില്ല എന്ന് ഒരു സാധുവായ ശാസ്ത്രജ്ഞൻ പറയുന്നതായി, ഗോളശാസ്ത്രജ്ഞൻ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് വിഡ്ഢിത്താന്ന് ഞാൻ പറഞ്ഞത് എന്താ, ശാസ്ത്രജ്ഞനാകുമ്പോൾ ചിന്തകനാവുമ്പോൾ അങ്ങനെയൊന്നും ജനങ്ങളോട് പറയാൻ പാടില്ല. ഒരു മാത്രം അങ്ങനെയൊക്കെ ആലോചിച്ച് ഒന്നും കൂടെ ആലോചിച്ചാൽ അത് ശരിയല്ല എന്ന് മനസ്സിലാകൂലേ. അതുകൊണ്ട് ഞാൻ വിഡ്ഢിയെന്ന് പറയാൻ പാടില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് വളരെ തെറ്റാണ്. അദ്ദേഹം ഒരു മതത്തെ പരിഹസിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ, ചന്ദ്രൻ 2 പിളർപ്പ് ആയിട്ടുണ്ട്. കേരളത്തിൽ വെച്ച് ചേരമാൻ പെരുമാൾ മക്കയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ 2 പിളർപ്പാക്കിയത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത എന്ന് പറഞ്ഞാൽ ഭൗതിക നിയമമനുസരിച്ച്, ശാസ്ത്ര നിയമമനുസരിച്ച് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സംഭവങ്ങളാണ് അഭൗതികമായി അല്ലാഹു തആല അമാനുഷിക കഴിവുകളിലൂടെ അള്ളാഹു അവൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കന്മാർക്കും നൽകുന്നത്. അതിനാണ് ദിവ്യ കഴിവ് എന്ന് പറയുക, ദൈവത്തിൻ്റെ കഴിവ് എന്ന് പറയാം. ഇനി ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പിന്നെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, പാറയിൽ നിന്ന് ഗർഭിണിയായ 10 മാസം ഗർഭം ചുമന്ന ഒരു ഒട്ടകം പാറയിൽ നിന്ന് പുറത്തു വന്ന സംഭവം. അത് അടഞ്ഞ പാറയാണ്. ജനങ്ങൾ പറഞ്ഞു, സാലിഹ് നബി അലൈഹി സ്വലാമിനോട്, പ്രവാചകനോട് പറഞ്ഞു, നീ അള്ളാഹുവിൻ്റെ ആളാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ പാറയിൽ നിന്ന് ഞങ്ങൾക്കൊരൊട്ടകത്തെ കാണിച്ചു തരണം, കൊണ്ടുവരണം. അവിടെ ശാസ്ത്രം അതിനെപ്പറ്റി പഠിച്ചാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ഒരു നിലക്കും ശാസ്ത്ര നിയമം ഒക്കില്ല. അവിടെ ബീജസങ്കലനം നടന്നിട്ടില്ല. ഈ പാറയുടെ ഉള്ളിൽ നിന്ന് പാറയെ അങ്ങ് അടിച്ചപ്പോൾ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു 10 മാസം ഗർഭിണിയായ ഒട്ടകം പുറത്തു വന്നു. ആ ഒട്ടകം പിന്നെ പ്രസവിക്കുകയും ചെയ്തു. അതിൻ്റെ കുട്ടിയും ഒട്ടകവും ജീവിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ശാസ്ത്ര നിയമമനുസരിച്ച് ഒരിക്കലും നടക്കുന്ന സംഗതിയല്ല അത്. അത് അള്ളാഹു ദൈവത്തിനത് നടത്താൻ കഴിയും. അതിനാണ് ദൈവം എന്ന് പറയുന്നത്. അങ്ങനത്തെ ശക്തിയുള്ളവനാണ് ദൈവം എന്ന് പറയുന്നത്, സർവശക്തൻ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ആ അള്ളാഹു നൽകിയ കഴിവാണ് അവൻ്റെ ദൂതരായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചന്ദ്രനെ പിളർപ്പാക്കാനുള്ള കഴിവ്. ആ അള്ളാഹു തന്നെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കാറ്റ് നല്ല സ്പീഡിലാണ് കാറ്റ് ഓടുന്നത്. ആ കാറ്റ് 1 മാസം യാത്ര ചെയ്താൽ മാത്രമേ എത്തുകയുള്ളൂ. അത്രയും ദൂരത്തേക്ക് 6 മണിക്കൂർ കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ വെറും കാറ്റ് കൊണ്ടുപോയി. വലി സുലൈമാന റീഹുൻ ഖുദുവ്വുഹാ വറവാഹുഹാ ഷഹ്റാൻ. സുലൈമാൻ നബിക്ക് അള്ളാഹു കാറ്റ് നൽകി, കീഴ്പ്പെടുത്തി. ആ കാറ്റിൻ്റെ രാവിലെയുള്ള പോക്ക് വൈകുന്നേരമുള്ള പോക്ക് രണ്ടും കൂടെ കൂടുമ്പോൾ 2 മാസമാവും. അത്ര സ്പീഡിൽ കാറ്റ് കൊണ്ടുപോകും. എന്നാൽ കാറ്റാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ വാഹനമെങ്കിൽ അതിലും സ്പീഡുള്ള, ഇവിടെ ഏറ്റവും വലിയ സ്പീഡായിട്ട് പറയുന്ന ഒരു അളവുകോലാണ് പ്രകാശത്തിൻ്റെ സ്പീഡ്. പ്രകാശവർഷങ്ങൾ, കോടാനുകോടി പ്രകാശവർഷങ്ങളെക്കാൾ സ്പീഡുള്ള ഒരു വാഹനമാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനം. ആ ബുറാഖ് എന്ന വാഹനത്തിൻ്റെ പുറത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല 7 ആകാശങ്ങളിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഫലിനബിയ്യിന, അത് കാറ്റിനേക്കാൾ വലിയ വാഹനമാണ് ബുറാഖ് എന്ന വാഹനം. ഫലിനബിയ്യിനൽ ബുറാഖു, നമ്മുടെ നബിക്ക് ബുറാഖ് അള്ളാഹു നൽകി.
അസ്റഅ മിനൽ ബർഖിസ്റആൻ, വളരെ സ്പീഡുള്ള ബർക്ക് എന്ന് പറഞ്ഞാൽ ബർക്ക് എന്ന് പോകുന്നതാ ബുറാക്ക്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നിനേക്കാൾ സ്പീഡാണ് ബുറാക്കിന്. അതാ ഇടിമിന്നി എന്ന് അർത്ഥം വരുന്ന ശബ്ദത്തിൽ നിന്നാണ്, ബർക്കിൽ നിന്നാണ് ബുറാക്ക് വരുന്നത്. അപ്പോൾ ഇടിമിന്നിനേക്കാൾ സ്പീഡ് ഉണ്ട് ബുറാക്കിനിക്ക്. അത്രയും വലിയ വാഹനം അല്ലാഹു തആല മുത്തുനബിക്ക് നൽകി. എന്നിട്ട് മുത്തുനബിക്ക് എന്തോ സംഭവിച്ചോ? പ്രകാശവർത്തേക്കാൾ സ്പീഡിൽ മുത്തുനബി പോയതുകൊണ്ട് മുത്തുനബിക്ക് എന്തോ സംഭവിച്ചു, ഇല്ലാതായോ? ഇല്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കഴിവാണ്, അവൻ്റെ സംരക്ഷണമാണ്. വലഹു സുവിയത്തിൽ അർളു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭൂമിയെ ചുരുട്ടപ്പെട്ടു എന്നാ. അതെങ്ങനെ? അത് സുലൈമാൻ നബി അലൈഹി സ്വലാമിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും സുലൈമാൻ നബി അലൈഹി സ്വലാം പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ വലഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുവിയത്തിലർന്നു, ഭൂമി അങ്ങ് ചുരുക്കപ്പെട്ടു. മുത്തുനബി മദീനയിലാണുള്ളത്. മദീനയിൽ നിൽക്കുന്ന മുത്തുനബിക്ക് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് കയ്യിൽ ഭൂമി വെച്ചതുപോലെ ഭൂമിയെ ഫുൾ കാണാൻ സാധിച്ചു, എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിച്ചു. അതാണ് അങ്ങനെ ഭൂമിയുടെ ഫറ അൽ മശാരിഖ വൽ മഗാരിബ ബിലാക്കിനാൻ, മറയില്ലാതെ ഭൂമിയുടെ കിഴക്കൻ ഭാഗങ്ങളെയും പടിഞ്ഞാറ് ഭാഗങ്ങളെയും എല്ലാറ്റിനെയും മുത്തുനബി നേരെ കണ്ടു. അത് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഭൂമിയൊരുണ്ട പോലൻ കയ്യിൽ എന്നോവർ എന്ന് പറഞ്ഞല്ലോ. ആ മുത്തുനബിക്ക് നൽകിയ മുഅ്ജിസത്ത് കറാമത്തായി മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകി. ഭൂമി കയ്യിൽ ഒരു പന്ത് വെച്ചതുപോലെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഫുള്ള് നോക്കി കാണാനുള്ള കഴിവ് മുത്തുനബിക്ക് അള്ളാഹു കൊടുത്തു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കറാമത്തായി നൽകി. എന്നാലോ സുലൈമാൻ നബി അലൈഹി സ്വലാം വൈലാ നവാഹിയ, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഹമലത്തിരിയു, കാറ്റ് കൊണ്ടുപോയി സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ. ഭൂമി ഇങ്ങോട്ട് വന്ന് മുത്തുനബിയുടെ അടുത്തേക്ക്, ഭൂമിയിലേക്ക് അങ്ങോട്ട് പോയി സുലൈമാൻ നബി അലൈഹി സ്വലാം. ഏതാണ് ഏറ്റവും മഹത്വം? അത് മുത്തുനബിയുടേതാ മഹത്വം. കാരണം എന്താ? ഓ ബൈനമൻ തസ്ആ ലഹുൽ അർളു, ഒരാൾക്ക് വേണ്ടി ഭൂമി ഇങ്ങോട്ട് വരിക, അത് മുത്തുനബിയാ. വമൻ യസ്ആ ഇലയ്യ ഫുർഖാൻ, ഭൂമിയിലേക്ക് അങ്ങോട്ട് പോവുക. ഈ രണ്ട് വിഷയത്തിൻ്റെ അടിയിലും ഫുർഖാൻ, വലിയ അന്തരമുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഭൂമിൻ്റെ അങ്ങോട്ട് പോയതാ. മുത്തുനബിക്ക് ഭൂമി കാണാൻ വേണ്ടി ഭൂമിയുടെ എല്ലാ ഭാഗം ഇങ്ങോട്ട് വന്നു. വലഹു തസ്ഖീറുൽ ജിന്നി, സുലൈമാൻ നബി അലൈഹി സ്വലാമിനിക്ക് ജിന്നുകളെ, ഭൂതങ്ങളെ, ജിന്നുകളെ കീഴ്പ്പെടുത്തി. എങ്ങനെ കീഴ്പ്പെടുത്തിയത്? സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജിന്നുകളെ കൊണ്ട് വലിയ പ്രയാസമുള്ള ജോലികളൊക്കെ ജിന്നുകളായിരുന്നു ചെയ്തിരുന്നത്. ഖുർആൻ പറഞ്ഞ സംഭവമാണ്. യഅമലൂന, ആ ജിന്നുകൾ ചെയ്യും, നഹവ മഹാരീബ, പള്ളികൾക്കൊക്കെ വലിയ മെഹ്റാബ് ഉണ്ടാക്കാൻ ജിന്നുകളെ ഏൽപ്പിക്കും, പെട്ടെന്ന് പണി തീർക്കും. ഓ തമാസീല, അതുപോലെ ജിന്നുകൾ വലിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ ജിന്നുകളെ ഏൽപ്പിക്കും. വജിഫാൻ, പാത്രങ്ങൾ, കല്ലുകൊണ്ടും ഒക്കെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ ജിന്നുകളെ ഏൽപ്പിക്കും. ഫലി നബിയ്യിന, എന്ത് പറയുന്ന ജോലിയും ജിന്നുകൾ നിർവഹിക്കും സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത്. നമ്മുടെ നബി ഫലി നബിയ്യിന തസ്ഖീറുഹും, നമ്മുടെ നബിക്കും ജിന്നുകളെ കീഴ്പ്പെടുത്തി. എത്രത്തോളം? ഹത്താ ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ജിന്നുകളൊക്കെ വിശ്വസിച്ചു. ജിന്നുകളൊക്കെ അല്ല, ജിന്നുകൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. അതാണ് ഏറ്റവും വലിയ കീ. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ജിന്നുകൾ പ്രത്യക്ഷത്തിലേക്ക് കീഴ്പ്പെട്ടിട്ടുള്ളൂ. ഒരിക്കലും സുലൈമാൻ നബി നബിയാണെന്ന് വിശ്വസിച്ചിട്ടില്ല. ഒരു അള്ളാഹുവിലും വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചവരും തീരെ ഇല്ല എന്നല്ല പറയുന്നത്, വിശ്വസിച്ചവരും ഉണ്ടായേക്കാം. അത് സുലൈമാൻ നബിനെ കൊണ്ട് വിശ്വസിച്ചതല്ല. അള്ളാഹുവിൽ വിശ്വാസം സുലൈമാൻ നബിയിലൂടെ അല്ലാതെ ജിന്നുകൾക്കുണ്ടാവാം. അത് നൂർ മുഹമ്മദിയിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. ഫലി നബിയ്യിന തസ്ഖീറുഹും, പക്ഷേ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകളിലേക്ക് അയക്കപ്പെട്ട ആളാണ്. ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലയും മറ്റും പറഞ്ഞതായി കാണാം, മുത്തുനബി അല്ലാതെ ഒരു നബിയും ജിന്നുകളിലേക്ക് അയക്കപ്പെട്ടിട്ടില്ല. ആദം നബി മുതൽക്ക് ഈസാ നബി വരെയുള്ള ഒരു നബിമാരും മനുഷ്യരിലേക്കല്ലാതെ അയക്കപ്പെട്ടിട്ടില്ല. മുത്തുനബിയോ
മുത്തുനബി എല്ലാവരിലേക്കും അയക്കപ്പെട്ടവരാണ്, ജിന്നുകളിലേക്കും അയക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ജിന്നുകൾ മുത്തുനബിക്ക് കീഴ്പ്പെടുത്തപ്പെട്ടു. മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ച് മുത്തുനബി പറയുന്നത് പോലെ ചെയ്തു. മുത്തുനബി പറയുന്ന ഇബാദത്തുകളൊക്കെ, നിസ്കാരം, നോമ്പ് പോലത്തെ ഇബാദത്തുകളൊക്കെ ജിന്നുകൾ ചെയ്തു. തസ്ഖീറോ ഇഫരീത്ത് മിന ശൈത്വാൻ, ഇനി പ്രത്യക്ഷത്തിലുള്ള കീഴ്പ്പെടുത്തൽ തന്നെ അതുമുണ്ടായിട്ടുണ്ട്. ജിന്നുകളെ കൂട്ടത്തിൽ നിന്നുള്ള എഫിരീത്ത് എന്ന് പറയുക ഏറ്റവും വലിയ ശക്തവാനാണ് എഫിരീത്ത് എന്ന് പറയാം. ജിന്നുകളെ കൂട്ടത്തിൽ പല ഡിഗ്രിയാണ് ശക്തിയിൽ. അതിൽ ഏറ്റവും വലിയ ശക്തിയുള്ളവന് എഫിരീത്ത് എന്ന് പറയും. ഇഫിരീത്തായ ഭീമാകാരനായ ഒരു പിശാച്ച്, ആ പിശാച്ചിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴ്പ്പെടുത്തിയ സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇന്ന ഇഫരീത്ത മിനൽ ജിന്നി തഫല്ലത്ത അലയ്യൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ നിസ്കരിക്കുമ്പോൾ ഒരു ഇഫരീത്ത്, ഭീമാകാരനായ പിശാച്ച് എന്നെ സ്വീപ്പാക്കാൻ വേണ്ടി വന്നു എന്ന് മുത്തുനബി പറഞ്ഞു. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തീനാളം കൊണ്ടുവന്ന് മുത്തുനബിയെ കരിക്കാൻ വേണ്ടി മുത്തുനബിയുടെ മുന്നിലേക്ക് വരിക. മുത്തുനബി കുറച്ച് ബേക്കോട്ട് നിസ്കരിക്കല്ല, നിസ്കാരത്തിലാണല്ലോ, ഓടാൻ പറ്റൂലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. മുത്തുനബി കുറച്ച് ബേക്കോട്ട് നിന്നു, വീണ്ടും മുന്നോട്ട് നിന്നു, വീണ്ടും ബേക്കോട്ട് നിന്നു. അപ്പം ഇങ്ങനെ സംഭവം ഉണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇഫ്രീത്തിനെ, ശൈത്വാനിനെ വിട്ടയച്ചു. മുത്തുനബി പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്ത്, നീ എനിക്ക് ഈ ജിന്നുകളടക്കം എല്ലാവരിലും അധികാരം തരണേ, ആ അധികാരം മറ്റാർക്കും കൊടുക്കരുത്, ആ കാലഘട്ടത്തിൽ കൊടുക്കരുത് എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. അപ്പം പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു രാജകീയ ഭരണം വേണ്ടാന്ന് വെച്ചതാണല്ലോ. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു, ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു, അവൻ അയച്ചു വിട്ടു. ഞാൻ അയച്ചു വിട്ടിട്ടില്ലെങ്കിൽ മദീനയിലെ കുട്ടികൾക്ക് വന്നിട്ട് അവനെ കൊണ്ട് കളിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അയച്ചു വിട്ടു, കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ആ പ്രാർത്ഥന ഞാൻ ഓർത്തപ്പോൾ പോട്ടെ എന്ന് വിചാരിച്ചു. ഫമിൻ ജുനൂദി ത്വയ്റു, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സൈന്യത്തിൽപ്പെട്ടവരാണ് അത്തൊയ്റു, പക്ഷികൾ, ഹുദ്ഹുദൊക്കെ, മരക്കൊത്തിയൊക്കെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സൈന്യത്തിൽപ്പെട്ട ആളാണ്. മുത്തുനബിയോ ഫനബിയുന, നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഅ്തിയ ഹമാമതൻ വഅൻകബൂതൻ യഹ്മിയാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹമാമത്ത്, പ്രാവിനെ നൽകപ്പെട്ടു അല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാർ സൗറിലായിരുന്നപ്പോൾ ഒരു പ്രാവ് മുട്ടയിട്ട് മുത്തുനബിക്ക് ഒരു സൈന്യം ചെയ്യുന്ന ഉപകാരം ചെയ്തു. വഅൻകബൂത്തിൻ, അതുപോലെ എട്ടുകാലിയും യഹ്മിയാൻ മുത്തുനബിക്ക് സംരക്ഷണം നൽകുന്നതായി നൽകപ്പെട്ടു. അപ്പം അതാണ് ഏറ്റവും ബലഹീനരായ രണ്ട് ജീവികൾ, എട്ടുകാലിയും പ്രാവും. ഈ രണ്ട് ജീവികൾ മുത്തുനബിക്ക് വലിയ സംരക്ഷണം നൽകിയ സംഭവം ഉണ്ടായിട്ടുണ്ട്.